നമ്മുടെ ഡോർമെട്രി കാണിച്ചെടുക്കാം. ഇതാണ് ഗേൾസിൻ്റെ ഡോമിറ്ററി. സെൻസിമാരെല്ലാം ഇവിടെ താഴത്തെ ഫ്ലോറിൽ നിൽക്കും, ഗേൾസ് എല്ലാവരും മുകളിൽ നിൽക്കും. ഗേൾസ് കുറവുള്ളതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ റൂമിൽ അഡ്ജസ്റ്റ് ആയിട്ട് അട്ടി മീൻ വറുത്ത പോലെ നമ്മൾ കിടക്കും. അത്രയൊന്നും ഇല്ല, ഒരു റൂമിൽ 2 പേര്, ഇവരുടെ റൂമിൽ 3, കുറച്ചുകൂടെ വലിയ റൂമായതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ചടങ്ങെന്ന് പറയുന്നത് ഈ ചെരുപ്പാണ്. ഇത്രയും ചെരുപ്പ് കാണുമ്പോൾ ഇവർക്ക് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടോന്ന്. എന്നാ തെറ്റ്. ഒരാളുടെ ചെരുപ്പാണെങ്കിൽ അതെ, ഇത് ഒരാളുടെ ചെരുപ്പ്, ഇത് ഒരാളുടെ ചെരുപ്പ്, ഇത് എൻ്റെ ചെരുപ്പ്, പിന്നെ ഇത് അതേപോലെ ഓരോരുത്തർക്ക് ഓരോരോ സെറ്റ്. പിന്നെ ഇത് നമ്മൾ പുറത്തിടുന്ന ചെരുപ്പ്, ഇത് ഷൂസ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ നടക്കാൻ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പ്. ഇത് നമ്മൾ ഇതിവിടെ അഴിച്ച് വെക്കുക, എന്നിട്ട് വെക്കുന്നു. അത് കഴിഞ്ഞ് ഇത് നമുക്ക് അകത്തിടാനുള്ള ചെരുപ്പ്, അത് വേറെ. ഈ അകത്തുള്ള ചെരുപ്പ് ഇട്ടിട്ട് വേണം പോകാൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ തെങ്കോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിൻ്റെ സെറിമണി ഉണ്ട്. അപ്പോൾ ആ സമയത്തുള്ള തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തെങ്കിലും കോള് വരുമ്പോൾ നമ്മുടെ പണ്ടത്തെ ലാൻഡ് ലൈന് ഇപ്പോഴും ഇവിടെയുണ്ട്. കലണ്ടർ ഈ താഴത്തെ തന്നെ മുഴുവൻ സെൻസൈമാരുടെയാണ്. ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ്. നിലമൊക്കെ മരമാണ്, കോൺക്രീറ്റ് അല്ല, മരമാണ്. മരം ഇത് മറ്റേ കറണ്ട് വാഴൊക്കെ എന്നുള്ള ഇതാണ്. ഇതാണ് ലൈറ്റ്, ഈ സംഭവത്തിൻ്റെ ലൈറ്റ്. ഫയറെല്ലാം. പിന്നെ കാറുണ്ട് ഇതിനകത്ത്. ഇത് ഞങ്ങൾ TV റൂം, ജസ്റ്റ് TV ക്യാമറയൊക്കെ ഉള്ള സെറ്റപ്പ്. പിന്നെ ചൂടുവെള്ളമുണ്ട്. ആൻഡ് ദെൻ നമുക്ക് മൈക്രോവേവ് ഉണ്ട്. ഇവിടെ കുറച്ച് നമുക്ക് സ്വീറ്റ്സും പഞ്ചസാര, ഉപ്പ്, കുറച്ച് ഗ്ലാസ് സെറ്റപ്പ്. പിന്നെ ഇവിടെ നമ്മുടെ വാഷ് ബേസിന്. ഈ വാഷ് ബേസിൻ്റെ ഇത് നമ്മൾ തുണി കൊണ്ടിട്ടിട്ടില്ല. ഇത് നമ്മൾ പാത്രം കഴുകിയിട്ട് തുടയ്ക്കാനുള്ള തുണി ഇവിടെ ഇടും. ഇത് കൈ തുടയ്ക്കാനുള്ള തുണി. ഇവിടെയൊക്കെ വാഷ് ബേസിൽ ഇങ്ങനെ വെള്ളമൊന്നും കാണാൻ പാടില്ല, അപ്പോഴേക്കും നമ്മൾ തുടയ്ക്കണം. അങ്ങനത്തെ തുണിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് റൂമുകൾ. അപ്പോൾ ആൻഡ് ഇത് നമ്മുടെ മറ്റേ സോജി ക്ലീനിങ് ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെയുള്ള വാക്യൂം ക്ലീനറൊക്കെ ഉള്ള റൂമാണ്. ആൻഡ് ടോയ്ലറ്റ്. ദിസ് ഇസ് ടോയ്ലറ്റ്. ഇവിടെ ഗേൾസിന് സെപ്പറേറ്റ് ഒക്കെ ഉണ്ടെങ്കിലും സെയിം എല്ലാം ഗേൾസിൻ്റെയാണ്. അവിടെ ട്രഡീഷണൽ എന്താ പറയുക ടോയ്ലറ്റ് സെറ്റപ്പാണ്. ഇത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ട് അത് പറ്റില്ല. ഇത് ചെക്കന്മാരുടെ സ്ഥലം. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് പെൺപിള്ളേരെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് സെറ്റപ്പ്. ഇതാണ് ട്രഡീഷണൽ ജാപ്പനീസ് ടോയ്ലറ്റ്. ടിഷ്യൂ ആണ്, വെള്ളമൊന്നുമില്ല, വേസ്റ്റ് ഇടാനുള്ളത്. പിന്നെ ഇതാണ് ഫ്ലഷിങ്. ഇത് ഫ്ലഷ് ചെയ്യുമ്പോൾ സെറ്റപ്പ്. എല്ലാ ദിവസവും എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ആക്കണം. പിന്നെ പറയാൻ മറന്നു, ഇത് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഈ ചെരുപ്പ് മാറ്റി ഈ ചെരുപ്പ് എടുത്ത് വേണം. ചെരുപ്പ് മാറ്റി ഇവിടുത്തെ ഒരു മെയിൻ ആചാരമാണ്. നമുക്ക് റൂം കാണിച്ചു കൊടുത്താലോ? ഇതാണ് ഇവരെ റൂമിലെ ആൾക്കാർ. ഇന്തോനേഷ്യ ആരുമുണ്ട്. ക്ലൗഡിയ റൂമിലുണ്ട്. അതിനകത്ത് കുഞ്ഞെ കാര്യമാ നമ്മളിനി മറ്റേ ഇവിടുത്തെ ഞങ്ങൾ റൂം കാണാൻ പോകുന്നത് ട്രഡീഷണൽ ജാപ്പനീസ് റൂമാണ്. നമ്മളെ ഇവിടെ വസ്ത്രം നമുക്ക് വേണ്ട എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊടി തട്ടാനും ചൂലും എല്ലാം ഉണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട്.
പുള്ളിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകാനുള്ള പാക്കിങ്ങിലൊക്കെയാണ്. അപ്പോൾ ചെറിയ എയർകോണ്, പിന്നെ നമുക്ക് അലമരയുണ്ട്, ചെറിയ അലമര. പിന്നെ നിലത്താണ് നമ്മൾ കിടക്കുന്നത്, അതിൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ തരും. പിന്നെ ചെറിയ ഷെൽഫ്. പിന്നെ നമ്മൾ ഇതാണ് എന്താണ് ബെഡ്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഫുള്ള് കിടക്കുന്ന ലെയറാണ്. അങ്ങനെയുള്ള താഴേക്ക് ഇതിൻ്റെ ഫുള്ള് സ്ലൈഡിങ് ആണ്. ട്രഡീഷണൽ ജാപ്പനീസ് വേറെ പറയാൻ ഇല്ല. അതാണല്ലേ, വേറെ എന്തെങ്കിലും പറയാം. അതാണ് മറ്റേ ഡിം ലൈറ്റ് ഇട്ടിട്ട്. ഈ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഡിമ്മാണ്, ഇത് രാത്രിയാണ്. ബ്രൈറ്റ്, പിന്നെ അത്ര ബ്രൈറ്റ്